മലയാളികളിൽ പുതിയത് തേടിപ്പോകാനുള്ള ഒരു വാസനയുണ്ട്. അത് പണ്ട് മുതലുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 150 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അന്നൊക്കെ മലേയിലേക്ക് പോവുക, ബർമയിലേക്ക് പോവുക, പിന്നെ അതിനുമുമ്പ് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുക, ബോംബെ, ഒത്തിരി പേര് അങ്ങനെയൊക്കെ ആളുകൾ അവസരങ്ങൾ തേടിപ്പിടിക്കുന്നതിൽ മിടുക്കുള്ളവരെ നമ്മൾ അങ്ങനെ പോയ ആളുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ കരിയറിന് നല്ലത് അല്ലെങ്കിൽ ജീവിത സൗകര്യം കൂടുതൽ എന്നുള്ള ഒരുതരം തോന്നൽ, അക്കരപ്പച്ച എന്ന് വേണേൽ പറയാവുന്നതായിട്ടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അവിടെയാണ് കുറച്ചുകൂടെ നല്ലത്, അവിടെ ഇരിക്കുമ്പോൾ മറ്റോടാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങൾക്കുണ്ട്. മൂന്നാമത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പോയ ആളുകൾക്ക് അവരുടെ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും അവൻ ഓൾറെഡി വേറൊരിടത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളൊരു ഇമേജാണുള്ളത്. അവിടെ അവർ നേരിടുന്ന വെല്ലുവിളികളൊന്നും നാട്ടിൽ ഉള്ളവർക്ക് അറിയില്ല, പറയുകയില്ല. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് ഒരു പരാജിതനാണെന്നാണ് നാട്ടുകാർ സങ്കല്പിക്കുന്നത്. അല്ലാതെ വരുന്നവരുണ്ട് എത്രയോ. ഇപ്പോൾ എൻ്റെ ചില ബന്ധുക്കളുണ്ട്, എൻ്റെ അങ്കിളൊക്കെ ഉണ്ട്. അവരൊക്കെ 50-55 വയസ്സ് വരെ US നല്ല ഗംഭീരമായിട്ട് ജീവിച്ചിട്ട് ആ സമ്പത്തുമായിട്ട് ഇവിടെ വന്ന് രാജകീയമായിട്ട് ഇപ്പോഴും ജീവിക്കുക. അപ്പോൾ അതിന് ധൈര്യമുള്ള ആളുകൾക്ക് അവിടുത്തേക്കാൾ ആസ്വാദ്യമായിരിക്കും ഇവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ സോഷ്യൽ ഫാബ്രിക് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് നമുക്ക് ഉള്ളിലുള്ള ഓണം, വിഷു, ക്രിസ്മസ് ആഘോഷങ്ങൾ, ഈ പറഞ്ഞ ഇപ്പം വെള്ളപ്പൊക്കം പോലും ആളുകൾ ഇരുന്ന് ഇങ്ങനെ ലൈവ് കമൻ്ററി കണ്ട് ആസ്വദിക്കുകയാണല്ലോ. ഈ വെള്ളപ്പൊക്കം കാണുമ്പോൾ, മഴ പെയ്യുമ്പോൾ നമ്മൾ ജോൺസൺ മാഷിൻ്റെ പാട്ടും കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആസ്വാദിക്കുന്ന ജനമാണ് നമ്മൾ, അല്ലേ? പ്രളയം ഉണ്ടായാൽ ആ പ്രളയം ഉണ്ടാവാത്തവർക്കല്ലാതെ ഒരു ആസ്വാദ്യമായ പരിപാടിയാണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ റീസെന്റ് കണ്ടു. അപ്പം നമ്മൾ രസിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു വിഷയമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ ഒരു 10 കമന്റ് നല്ല രസികന്മാരുടെ ആയിരിക്കും, ട്രോളുകൾ. അപ്പം നല്ല ക്രിയേറ്റിവിറ്റിയും ആസ്വാദന ബോധവും ഒക്കെ ഉള്ള ആളുകൾ തന്നെ നമ്മൾ. അത് ചില നേരത്തിച്ച് അതിന് വിട്ടുപോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു നല്ല സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഈ സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഭീതി ഭയങ്കരമായിട്ട് മലയാളിക്കുണ്ട്. അതാണ് വലിയൊരു ശതമാനം തിരിച്ചു വരാത്തതിൻ്റെ ഒരു കാര്യം. ഗൾഫിൽ പോകുന്നവൻ തിരിച്ചു വരുന്നതിനെ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്, തിരിച്ചു വരണമെന്ന് തന്നെ ആളുകൾ ആഗ്രഹിക്കുന്നു, അവരും ആഗ്രഹിക്കുന്നു. എന്നാൽ യൂറോപ്പിലേക്കോ കാനഡയിലേക്കോ അല്ലെങ്കിൽ US പോയ ഒരാൾ തിരിച്ചു വരുന്നത് എന്തോ കുഴപ്പം കൊണ്ടാണെന്ന് ആളുകൾ ധരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് വരാത്തവരുമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസമില്ല. ഇവർ പോയത് ചിലപ്പോൾ വളരെ ചെറിയ പ്രായത്തിലായിരിക്കാം. ഇവിടുത്തെ സിസ്റ്റങ്ങൾ അറിയില്ല, ഇവിടുത്തെ ഒരു സംവിധാനമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അതൊരു വലിയ പ്രശ്നമാണ്. എൻ്റെ കുട്ടി അവിടെ ആണ് ജനിച്ചു വളർന്നതെങ്കിൽ അവനൊരു 10-15 വയസ്സ് കഴിയുമ്പോൾ ഒരിക്കലും തിരിച്ചിങ്ങോട്ട് വരില്ല. അവർക്ക് അവിടുത്തെ സിസ്റ്റം, ആ സിസ്റ്റത്തിൽ പൊരുത്തപ്പെട്ടു പോയി. ആ സിസ്റ്റമാണ് അവർ ആസ്വദിക്കുന്നത്. ഇവിടെ വന്ന് ആ റഫായിട്ടുള്ള നമ്മുടെ ഈ യുദ്ധം ചെയ്ത് മല്ല് പിടിച്ച് ബസ്സിൽ കയറുക, ഇടി കൂടുക, റേഷൻ കടയിൽ പോയി സാധനം മേടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ആ പഴയ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഭാഗമാകാനൊന്നും ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല. ഇവരൊന്നും റേഷൻ കടയിൽ പോകേണ്ടി വരുമായിട്ടല്ല ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മളൊരു സാധനം വാങ്ങാൻ, പഞ്ചായത്തിൽ പോവുക, ഇതൊക്കെ ആളുകൾക്ക് പഴയ ശൈലി തന്നെ ഇപ്പോഴും നടക്കുന്നതെന്നാണ് ധാരണ. അതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ട് വരാനുള്ളൊരു ഭയമുണ്ട്. അതാണ് ഒരു പ്രധാന കാര്യം. ഇപ്പം റീസെൻ്റ്ലി പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു കാഴ്ചയാണ്. ഇപ്പം ഏറ്റവും അടുത്തുണ്ടായത് ഒരു റാപ്പറെ കുറിച്ചുണ്ടായൊരു സംഭവത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ കമൻറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആസ്വാദികരമായ കമൻറ്റുകളുണ്ട്. പക്ഷേ എത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെങ്കിലും അയാളെ താറടിക്കുക, അടിച്ചകത്ത്, അതാരും ആയിക്കൊള്ളട്ടെ, ഒരു ചെറിയ കുറ്റം കണ്ടുപിടിച്ചാൽ, ഒരാളൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാധ്യമ വിചാരണയായി. പണ്ട് ചാനലുകളിൽ അല്ലെങ്കിൽ ആദ്യം പത്രം പിന്നെ ചാനലിൽ വന്നതിന് പകരം ഇപ്പോൾ സോഷ്യൽ മീഡിയ അടിച്ച് ആക്ഷേപിച്ച് ആ 2 ദിവസം കൊണ്ട് അയാൾ ഇല്ലാണ്ടാക്കുകയാണ്. ചിലതൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അറിയുക അത് അങ്ങനൊരു കാര്യമല്ല. എൻറ്റയർലി കഥ സാർ പറഞ്ഞ പോലെ പകുതി സത്യങ്ങൾ, അർത്ഥസത്യങ്ങൾ കൂടാതെ തന്നെ കള്ളങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റി ഇവിടെ നിന്ന് ഇച്ചിരി മെച്യൂരിറ്റി ഉള്ളവർക്ക് മനസ്സിലാക്കാം കാത്തിരുന്നിട്ട് റിയാക്ട് ചെയ്യാമെന്ന്. പക്ഷെ അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ആദ്യം ഒരുത്തൻ ചെയ്ത ബാക്കി എല്ലാവരും ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കാറുണ്ട്. സാർ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ സാറിൻ്റെ രക്തവും തിളയ്ക്കാറുണ്ടോ? രക്തമൊക്കെ തിളയ്ക്കും. പക്ഷേ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കാറില്ല. അതാണ് കാര്യം. നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിയുണ്ടെങ്കിൽ ഇതിനകത്തൊരു പ്രശ്നം അതിസാധാരണക്കാരായ മനുഷ്യരാണ് ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് അവൻ്റെ അഭിപ്രായം രൂപീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കമൻറ്റ് കണ്ടിട്ട് അഭിപ്രായം രൂപീകരിക്കുന്ന ആളെന്ന് പറയുന്നത് യാതൊരു സ്വയം ബോധവും ഇല്ലാത്ത ഒരാളാണ്. ഈ കമൻ്റ് ഇട്ട അയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ? അയാൾക്കൊരു താല്പര്യം ഉണ്ടാവും. ഞാനത് അയാളെ കണ്ടിട്ടില്ല. ഇപ്പോൾ ആരെക്കുറിച്ചാണെങ്കിലും അയാളെ എനിക്കറിയാത്തടത്തോളം കാലം എങ്ങനെയാണ് ഞാനൊരു അഭിപ്രായം രൂപീകരിക്കുക? ഇപ്പം ഒന്നാലോചിച്ച് നോക്കിയാൽ, ഇപ്പം 1 ലക്ഷത്തിൽ താഴെ
കോപ്പികൾ വിറ്റിരുന്ന MT വാസുദേവൻ നായർ എഡിറ്ററായിരുന്ന പ്രസിദ്ധീകരണങ്ങളുള്ളപ്പോൾ തന്നെ പൾപ്പ് 16 ലക്ഷം 20 ലക്ഷം വിറ്റുകൊണ്ടിരുന്ന സംസ്ഥാന കേരളം. അപ്പോൾ ഏതിനായിരിക്കും ഇവിടെ ഓട്ടം കൂടുതലെന്നും കൂടുതൽ പറയണം? അതിനല്ല. അതെ. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രൈബർ ആകാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തന്നെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ മനസ്സെന്ത് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ 16 ലക്ഷം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ നിന്ന് കൈയടിക്കുകയോ കൂക്കി വിളിക്കുകയോ ചെയ്യുന്ന ആളാണോ, അത് ഈ 1 ലക്ഷത്തിൽ താഴെ മാത്രം സബ്സ്ക്രിപ്ഷനുള്ള അതിൻ്റെ ഭാഗമായി നിന്ന് ചിന്തിക്കുന്ന മനുഷ്യരാകുക എന്നുള്ളതാണ് ചോദ്യം. ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ഇട്ട് നോക്കിയേ, അതിനകത്ത് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ അറിയുമോ? പലതും ഫേക്കാണ്. ഫേക്ക് എന്ന് മാത്രമല്ല, നിങ്ങൾ അറിയുന്ന ഒരാൾ അതിനകത്ത് പോയി കമൻറ്റ് ഇടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? കേരളത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വിവരമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലയബിളായ ആരെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ അടി പോയി കമൻറ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കറിയാവുന്ന ആരുടെയും ഇതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ആരായിരിക്കും കമൻറ്റ് ഇടുന്നത്? പണ്ട് ഈ കവലയിലൊക്കെ നിന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ കമൻറ്റ് ഇടുന്ന ആളുകൾ മറ്റവരെന്തുകൊണ്ട് കമൻറ്റ് ഇടുന്നില്ല എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. അതെ, അവർക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ. അത് നമ്മുടെ പ്രേക്ഷകരും ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരും ചിന്തിച്ചാൽ മതി. അതായത് ഈ കമൻറ്റ് ഇട്ട് ഒരാളും നമ്മളറിയുന്ന ഒരു പ്രതിഭാശാലിയുടെ കമൻറ്റ് ഇതിനകത്ത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വിദഗ്ധൻ്റെ കമൻറ്റ് ഇതിനകത്ത് കാണുന്നില്ല. ഈ കണ്ട കമൻ്റ് എല്ലാം ഏതെങ്കിലും തെറ്റായ പേരുകളും ഓമനപ്പേരുകളും തെറ്റിച്ച പേരുകളും ഇട്ടിട്ടുള്ള കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴായിട്ട് കഞ്ചാവ് കേസുകൾ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ കഞ്ചാവ് കേസ് വന്നു കഴിയുമ്പോൾ അത് അറിയപ്പെടുന്ന ആളുകളുടെ കഞ്ചാവ് കേസുകളാണല്ലോ വരുന്നത്. അപ്പോഴാണല്ലോ അത് വാർത്തയാവുന്നത്. വന്നു കഴിയുമ്പോൾ ഇത്രയൊക്കെ അയാൾ ആയതുകൊണ്ട് ഇത് സാരമില്ല, അയാളിങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് ഇത് സാരമില്ല. അപ്പോൾ ഈ സാരമില്ല എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിനെയാണ് നിസ്സാരവൽക്കരിക്കുന്നത്. എന്നിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇടുകയാണല്ലോ. അപ്പോൾ കമൻറ്റ് ഇടുന്നതിൽ വളരെയധികമായിട്ട് ഇത് ഡ്രഗ്സ്, അത് നോർമലൈസ് ചെയ്തുള്ള കമൻറ്റുകളാണ് ഇത് വരുന്നത്. ഡ്രഗ്സ് ലീഗലാക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ, അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നത് ശരിയാണോ? മനുഷ്യ ശരീരം ഒരു വ്യക്തിക്കും സമൂഹത്തിനും ദ്രോഹമാകുന്ന ഒന്നും ലീഗലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ പോളിസി. ഒരു വ്യക്തിക്ക് അയാളുടെ ആരോഗ്യത്തിന്, അയാളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ദോഷകരമാകുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ, അത് സമൂഹത്തിന് ദോഷകരമാണെന്ന് സാമൂഹ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അത് കുഴപ്പമില്ല, അത് അപകടകാരിയല്ല, അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ ലീഗലൈസ് ചെയ്തോളൂ. അതാരാണ് തീരുമാനിക്കേണ്ടത്? ഞാനീ പറഞ്ഞ മെഡിക്കൽ സയൻസ് അറിയുന്നവരും ഈ സാമൂഹ്യശാസ്ത്രജ്ഞന്മാരുമാണ് തീരുമാനിക്കേണ്ടത്. അത് സമൂഹത്തിൽ അതിനൊക്കെയുള്ള സംവിധാനം. നമ്മൾ ഈ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയാൽ പോരല്ലോ. IIT-കളും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അവർ പഠിച്ചിട്ട് റിപ്പോർട്ട് പറയട്ടെ, അവരോട് ചോദിക്കേ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ലോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരു പാലം പണിയുമ്പോൾ എത്ര കമ്പി ഇടണമെന്ന് രാഷ്ട്രീയക്കാരനല്ലല്ലോ തീരുമാനിക്കുന്നത്, എഞ്ചിനീയർ അല്ലേ. റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഏതാണ് ഇന്ധനം ഉപയോഗിക്കേണ്ടതെന്ന് രാഷ്ട്രീയക്കാർ, പ്രധാനമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത്, ISRO അല്ലേ, ശാസ്ത്രജ്ഞന്മാരല്ലേ. അങ്ങനെയുള്ള ഇത്തരം വിഷയങ്ങളിൽ അതിന് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ അഭിപ്രായം പറയട്ടെ, അവരോട് അഭിപ്രായം ചോദിക്കണം, അവരുടെ കമ്മിറ്റി ഫോം ചെയ്യണം. അത്തരം കാര്യങ്ങളിൽ പഠിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ റിപ്പോർട്ട്സ് എടുക്കാൻ ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇൻ്റർനെറ്റിൽ എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്ത റിസർച്ച് ചെയ്ത പേപ്പറുകൾ കിട്ടിയാലാത്തെ? അപ്പം ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം വേറെയല്ലേ. ഇതൊന്നും യഥാർത്ഥത്തിൽ നടപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്കിഷ്ടപ്പെട്ട ആളുകളെ ഞാൻ സംരക്ഷിക്കും, എനിക്കിഷ്ടപ്പെടാത്തവരെ ഞാൻ തകർക്കും. അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. പല സ്ഥലത്ത് ഞാൻ കണ്ടൊരു കമൻറ്റാണ്, മതം ദൈവത്തെ മറന്നു, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, അത് ഫോളോ ചെയ്യായിരുന്നെങ്കിൽ ഇതൊന്നും ആരും ഇങ്ങനെ ചെയ്യില്ല. ദൈവത്തെ മറന്നു, മതങ്ങളെ നിന്ദിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് ഈ സാമൂഹികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ചില കമൻറ്റുകൾ ഞാൻ അവിടെ കണ്ടു. മതം എപ്പോഴും വളരെ മുകളിൽ നിൽക്കുകയാണ് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അതിനുവേണ്ടി കമൻറ്റ് ചെയ്യുന്നവരും ആ വഴി പോകുന്നവരും ഉണ്ട്. സാർ എപ്പോഴെങ്കിലും അതിന് ആ ഒരു മതത്തെക്കുറിച്ചുള്ളൊരു ഇത് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്? ഞാൻ ചിന്തിക്കാറുണ്ട്, ഒന്നുമില്ലായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ, യുദ്ധങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ സാറ് മതത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മതവും ദൈവവും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, ഈ മതവും ദൈവവും വ്യക്തിപരമായ കാര്യങ്ങളുമാണ്. വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം ദൈവം ആവശ്യമുണ്ടായിരിക്കാം, താങ്കൾക്ക് ചിലപ്പം ദൈവചിന്ത പോലും ഇല്ലെങ്കിലും ആത്മവിശ്വാസത്തോടെ ധൈര്യമോടെ ജീവിക്കാനുള്ള മനഃശക്തിയുള്ള ആളായിരിക്കാം. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. കണ്ടക്ടർക്ക് അറിയാം, ബാലൻസ് ഉണ്ട്. എന്നാൽ പാസഞ്ചേഴ്സ് മുകളിലത്തെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയാ. ഈ മുകളിൽ പിടിക്കാൻ കിട്ടിയൊരു കമ്പിയാണ് ദൈവം.
അതേ പിടിച്ചാൽ നമുക്കൊരു ധൈര്യമാണ്, വീഴില്ല. ഒരു ബ്രേക്ക് ചവിട്ടിയാലും നമ്മൾ അതിജീവിക്കും. ആ ഒരു പിടുത്തം അത് വേണ്ടവരും ബലമായിട്ട് അതേ തന്നെ പിടിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. വേണ്ടവർ ഡെഫിനറ്റ്ലി ബാലൻസ് വേണം. ഈ കണ്ടക്ടർക്ക് സുപരിചിതമായി ഇത്രയും വർഷങ്ങളായി അയാൾക്കറിയാം ഇത് ബ്രേക്ക് ചവിട്ടിയാൽ അയാൾ നിൽക്കുന്ന ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും. മനസ്സിലായില്ലേ? മുമ്പോട്ടും പുറകോട്ടും കാല് വെച്ചിട്ട് അയാൾ നിൽക്കുക. ചാരി അയാളൊരു ട്രൈപ്പോഡ് നാട്ടി വെച്ച പോലെ അയാൾ നിൽക്കുക, ബസ്സിൽ നിൽക്കുക. അയാൾക്കറിയാം ഒരുമാതിരി ചവിട്ടൊക്കെ വന്നാലും അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചാലും ഞാൻ ബാലൻസ് ചെയ്യും. അയാൾക്ക് ഈ കമ്പി പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തീരെ അത്യാവശ്യം ചിലപ്പോൾ അയാളും കയറി പിടിച്ചെന്നും ഇരിക്കും. അപ്പം ഇതാണ്. അല്ലാതെ അതിനെ നമ്മൾ ദൈവം അല്ലെങ്കിൽ മതം വേണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും അർത്ഥശൂന്യമായൊരു ചർച്ചയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വ്യക്തിപരമായിട്ടാണ്. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, വ്യക്തിപരമാണ് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും കാര്യം. എനിക്ക് ഇപ്പോൾ ഒരു മതത്തിൻ്റെ ഒരു നിയമാവലി മുഴുവൻ കാണാതെ പഠിച്ചനുസരിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റേതായ ലോജിക്കുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. അല്ലെങ്കിൽ മതം നമ്മളെ പഠിപ്പിച്ചതൊക്കെ അതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ നമ്മൾ നടപ്പാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നുണ്ട് ആ നിയമങ്ങൾക്കപ്പുറമായി എന്നുണ്ടെങ്കിൽ, ഇപ്പം മനുഷ്യനെ സ്നേഹിക്കുക, പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ 10 കൽപ്പനകളുണ്ട്. ഈ 10 കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാന കാര്യം. ഈ കൽപ്പനകളിലൊന്നും തെറ്റുവരുത്താൻ പാടില്ല. അങ്ങനെ വെച്ചാൽ അയാൾ തെറ്റില്ലാത്തൊരു മനുഷ്യനാണെന്ന് വേണേൽ പറയാം. ഈ 10 കൽപ്പനകളല്ല, ഒരു 20 കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന എനിക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഈ 10 കൽപ്പനയല്ല, പിന്നെയും ഒരു 10 കൽപ്പനയും കൂടെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ മൈന്യൂട്ടായ കാര്യങ്ങൾ. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ മതത്തിന് ഉപരിയായുള്ളൊരു ഫിലോസഫിയിൽ ഞാൻ എത്തിയെന്നല്ലേ എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ 10 കൽപ്പനകളെല്ലാം കൂടെ ചേർന്ന ഒരു ഒറ്റ കൽപ്പനയായി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി ഉദാത്തമായൊരു ജീവിതം നയിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ക്രിസ്ത്യാനി, കഴിഞ്ഞ മരിച്ചുപോയ പോപ്പ് പറഞ്ഞതുപോലെ പണ്ട് പറയുമായിരുന്നല്ലോ, ക്രിസ്ത്യാനികൾ സ്വർഗത്തിന് അവകാശികളാവണമെങ്കിൽ ക്രിസ്ത്യാനി ആവണമെന്നൊക്കെ വിശ്വാസം. അതിൻ്റെ ആവശ്യമില്ല, ഏത് മതത്തിലുള്ളവർക്ക് സ്വർഗത്തിലെത്താമെന്ന് പോപ്പ് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ ഫ്രാൻസിസ് പറഞ്ഞത്. പിന്നെ അപ്പം അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മതം വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയതയുടെ ഔന്നത്യത്തിലെത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഈ പറഞ്ഞ മതാനുശാസിക്കുന്നതിനപ്പുറമുള്ള ഉദാത്തമായൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ അതിൻ്റെ അർത്ഥം. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇതിനെയൊക്കെ പ്രത്യേക രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും അങ്ങനെ വിശ്വാസി സമൂഹത്തെ നിലനിർത്തേണ്ടതും ഒക്കെ മതം എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമാണ്. അതെ, പിടികിട്ടിയോ? അതെ. ആ ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കണ്ടേ? എത്രയോ ആയിരം ആളുകൾ ഈ മതം കൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണാതെ പോരുത്. ഈ മതമില്ലാതാവുമ്പോൾ തൊഴിൽ രഹിതരാകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇപ്പം ഗൂഗിൾ പൂട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ തൊഴിൽ നഷ്ടം മതങ്ങൾ നിരോധിച്ചാൽ ഉണ്ടാവും. ശരിയല്ലേ? അതെ. അപ്പോൾ ഗൂഗിൾ പൂട്ടാതിരിക്കാൻ ഗൂഗിളിലെ എല്ലാ ആളുകളും ശ്രമിക്കില്ലേ? ഗൂഗിളിലെ എംപ്ലോയീസ് മുതൽ അതിൻ്റെ മാനേജ്മെൻറ്റ് മുതൽ ആ രാഷ്ട്രം മുതൽ ഗൂഗിൾ പ്രവർത്തിക്കുന്ന രാജ്യം വരെ ശ്രമിക്കില്ലേ ഗൂഗിൾ പൂട്ടിപ്പോകാതിരിക്കാൻ? ആ രാജ്യത്തിനുണ്ടാക്കി കിട്ടുന്ന സമ്പത്ത് അത്രയാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ മതത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ല എന്ന് അതിൻ്റെ ബെനിഫിഷ്യറീസ് തീർച്ചയായിട്ടും ചിന്തിക്കും, പ്രവർത്തിക്കും.